നടിയെ ആക്രമിച്ച കേസിൽ ബുധനാഴ്ച വിധി പറയും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾ ഉൾപ്പെടെ 10 പേരാണ് വിചാരണ നേരിട്ടത്. അതിനിടെ വിചാരണയിലെ വിവരങ്ങൾ പുറത്തുവന്നു. നടി ആക്രമിക്കപ്പെട്ട് 5ാം ദിവസം ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത പോലീസ് ഓഫീസർമാർക്കും സന്ദേശമയച്ചു. ഇത് ദിലീപിന് തന്നെ തിരിച്ചടിയായിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്ത താൻ വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. 2017 ഫെബ്രുവരി 20 രാവിലെ 9:22 ദിലീപ് സന്ദേശമയച്ചത്. ഇതാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലൊന്ന്. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഇതോടെ സമ്മർദ്ദത്തിലായെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഇതോടെയാണ് ദിലീപ് മുഖ്യമന്ത്രിക്കടക്കം സന്ദേശം അയച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കാവ്യ മാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് നടി പറഞ്ഞു. ഇതിൻ്റെ വൈരാഗ്യമാണ് നടിയെ ആക്രമിക്കാൻ കാരണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ദിലീപിൻ്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടു. ഇതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. രാമൻ, അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തൻ്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പീഡനത്തിനിരയായ നടി വിചാരണ കോടതിയിൽ നൽകിയ മൊഴിയും പുറത്തു വന്നു. 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നുവെന്നാണ് നടിയുടെ മൊഴി. മഞ്ജുവുമായുള്ള വിവാഹബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നു. 2012 ലണ്ടൻ യാത്രയ്ക്കിടെ ദിലീപ് നേരിട്ട് ഇക്കാര്യം ചോദിച്ചു. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനെന്നാണ് ചോദിച്ചത്. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകിയെന്നും നടി മൊഴി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞു. സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ല. ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് സിനിമാ മേഖലയിലുള്ള പലരും തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നു. അതിനിടെ നടിയെ പീഡിപ്പിക്കാൻ മുമ്പും ശ്രമം നടന്നെന്നും എന്നാൽ നടന്നിരുന്നില്ലെന്നുമുള്ള വിവരവും പുറത്തു വന്നു. 2017 ഗോവയിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്ന സമയത്ത് നടിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇത് നടന്നില്ല. ജനുവരി 3 നടിയെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയത് പൾസർ സുനിയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇയാൾ നടിയുടെ ഡ്രൈവറായിരുന്നു.